ഹലോ നമസ്കാരം. അപ്പോൾ ഈ ഓണം ആര് തൂക്കി എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അത് നിവിൻ പോളി അങ്ങ് തൂക്കി. തിയേറ്ററിൽ ചിരിയുടെയും പ്രണയത്തിൻ്റെയും പൂരം തീർത്തുകൊണ്ട് ബത്ലഹേം കുടുംബ യൂണിറ്റ് കിടിലം സിനിമ. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് നമ്മൾ തിയേറ്ററിലിരുന്ന് ഇത്രയും ഇതുപോലെ മനസ്സ് തുറന്ന് തലതല്ലി ചിരിച്ചിട്ടുള്ള ഒരു കുടുംബത്തോടൊപ്പം ഒരു 2.25 മണിക്കൂർ വരുന്ന ആ ഒരു സമയം എങ്ങനെ പോയി എന്ന് പോലും അറിയാത്ത രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഒന്നാം തരം ഗുഡ് ഫീൽ ഫാമിലി സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ സങ്കീർണതകളോ അനാവശ്യമായ ട്വിസ്റ്റുകളോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് പ്രേക്ഷകരെ ഫുൾ എൻഗേജ്ഡ് ആക്കി നിർത്തിക്കൊണ്ട് കഥ മുന്നോട്ട് പോവുകയാണ്. പ്രായവ്യത്യാസമുള്ള ഒരു പ്രണയം എന്ന വിഷയമാണ് ഇതിൻ്റെ കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരം കഥകൾ കൈവിട്ട് പോയി ക്രിഞ്ചാകാൻ സാധ്യതയുള്ള അതാണ് ഏറ്റവും കൂടുതൽ. എന്നാൽ ഗിരീഷ് ഏടി എന്ന് പറയുന്ന സംവിധായകൻ്റെ പണിപ്പുരയിൽ നിന്നും വരുമ്പോൾ ഒരു പൊടി പോലും ക്രിഞ്ചാവാതെ തികച്ചും നാച്ചുറലായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ജൻസി കുട്ടികൾ മുതൽ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് വരെ കണക്റ്റ് ആകുന്ന രീതിയിലാണ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മാജിക് ഇതിൽ പ്രകടമാക്കിയിട്ടുള്ളത്. നമ്മുടെ നിവിൻ പോളി ആ ഒരു പഴയ കരിസ്മയും നാണം കലർന്ന ആ ക്യൂട്ട്നെസ്സും മാനറിസവും ഒക്കെ നിവിൻ പോളി വളരെ ഗംഭീരമായിട്ട് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രണയം അദ്ദേഹത്തിന് നന്നായിട്ട് തന്നെ ഡെലിവറി ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊരു വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. മമിത ബൈജുവും നിവിൻ പോളിയും തമ്മിലുള്ള ആ ഒരു പ്രണയരംഗങ്ങളും കെമിസ്ട്രിയും കാണാൻ തന്നെ വളരെ കിടിലമാണ്. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു നെക്സ്റ്റ് ഡോർ ഈ ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, ആ ഒരു കോംബോ ഒരു കിടിലം സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സപ്പോർട്ടിംഗ് റോളുകളിൽ എത്തിയിട്ടുള്ള അഭിനേതാക്കൾ പിന്നെ ഈ സിനിമയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട്. സംഗീത് പ്രതാപും അതോടൊപ്പം തന്നെ നിവിൻ പോളിയും തമ്മിലുള്ള ആ ഒരു അനിയൻ ചേട്ടൻ തമ്മിലുള്ള ആ ഒരു കുറേ അടിയും ബഹളവും കാർ സീനും ഒക്കെ നല്ല കിടിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സുരേഷ് കൃഷ്ണയും കൺവിൻസിങ് സ്റ്റാറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം കിടിലമാണ്. തിയേറ്ററിൽ ചിരിമഴ തീർത്ത റോഷൻ ഷാനവാസിൻ്റെ ആ കോളേജ് സീനൊക്കെ കിടിലം എന്ന് വെച്ചാൽ കിടിലം. ഇതോടൊപ്പം തന്നെ ശ്രിന്ദ, ശ്യാമോഹൻ, ബിന്ദു പണിക്കർ, വെട്ടിക്കിളി പ്രകാശ്, അങ്ങനെ കുറേ പേര് കോമഡി ട്രാക്കുകൾ വളരെ ഗംഭീരമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ വിഷ്ണു വിജയൻ്റെ പശ്ചാത്തല സംഗീതവും പാട്ടുകളുടെ പ്ലേസ്മെൻറ്റും ഒക്കെ പ്രണയരംഗങ്ങൾക്ക് നൽകുന്ന ഒരു എലിവേഷൻ വേറെ ഒരു ലെവൽ തന്നെയാണ്. അക്കാഷ് ജോസഫിൻ്റെ എഡിറ്റിങ്ങും മാജിക് കട്ടുകളും ഒക്കെ. അതോടൊപ്പം തന്നെ സാബു ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. അജ്മൽ സാബുവിൻ്റെ മികച്ച ക്യാമറ വർക്ക് കൂടി ചേരുമ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കിടിലം നാച്ചുറൽ സിനിമയായിട്ടാണ് എനിക്ക് ബത്ലഹേം കുടുംബ യൂണിറ്റ് അനുഭവപ്പെട്ടത്. പക്ഷേ ചില പോരായ്മകൾ കൂടി പറഞ്ഞു വയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സിനിമ കണ്ണുപെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഗിരീഷ് ഏടിയുടെ സിനിമകൾ സാധാരണ കാണാറുള്ളത് പോലെയുള്ള കഥയിൽ വലിയ സസ്പെൻസോ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളോ ഒന്നും തന്നെ ഇല്ല. കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് വ്യക്തമാണ്. പക്ഷേ ആ ഒരു 2.5 മണിക്കൂറിലധികം ദൈർഘ്യമുള്ളത് കൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ സിനിമ ചെറുതായിട്ട് സ്ലോ ആകുന്നുണ്ട്. ചില താരങ്ങളുടെ സ്ക്രീൻ സ്പേസും വളരെ കുറഞ്ഞു പോയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് വിനയ് ഫോർട്ടും അതോടൊപ്പം തന്നെ ശ്യാം മോഹനും അവരുടെ ആ ഒരു സ്ക്രീൻ സ്പേസ് കുറഞ്ഞു പോയോ എന്ന് പോലും എനിക്ക് തോന്നി. അവർക്ക് കുറച്ചുകൂടി സ്പേസ് കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും കുടുംബത്തോടൊപ്പം തിയേറ്ററിൽ പോയിരുന്ന് നന്നായിട്ട് തന്നെ ടെൻഷൻ ഇല്ലാതെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പടമായിട്ടാണ് എനിക്ക് ബത്ലഹേം കുടുംബ യൂണിറ്റ് അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഈ ഓണത്തിന് നിങ്ങൾക്ക് പോയി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. താങ്ക് യു.